ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് നൈറ്റ് ആണോ എന്ന് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ മിഡ് നൈറ്റ് ആയി. സോ ടെക്നിക്കലി മോർണിംഗ് ആയി. പക്ഷേ ഓ മൈ ഗോഡ്, ഇന്നാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഞാനും ഇളയാളും സാറയും കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 4 മണിക്കാണ്. അതൊരു വൃത്തികെട്ട സമയമാണ്. 4 മണിക്ക് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 4:30 കണ്ട രാവിലെ ഫ്ലൈറ്റ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ ഈ ഒരു സമയത്ത് വേണം ഇറങ്ങാനായിട്ട്. ഉടനെ ഇറങ്ങണം. ഒരു 45 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഉറങ്ങാനും പറ്റില്ല, എണീറ്റിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ബട്ട് യെസ്, ഞങ്ങൾ ട്രാവൽ ചെയ്യാണ്. സോ ചെറിയ കുറച്ച് ട്രാവൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഞാൻ കുഞ്ഞായിട്ട് ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. സോ എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡ്, വിൽ സീ ഹൗ ഇറ്റ് ഗോസ്. So yes, come along as we go to Nadu, and welcome to my channel. നട്ടപ്പാതിരയ്ക്ക് പിള്ളേരെ ഉറക്കത്തോടെ എടുത്ത് വണ്ടിയിൽ ലോഡ് ചെയ്ത് എല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ടും അവൻ ഉറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടും അവരാരും പിന്നെ എയർപോർട്ടിലോട്ട് കയറില്ല. ഈ രാത്രി സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ആരും അകത്തോട്ട് കയറണ്ടെന്ന്. അപ്പോൾ എന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ലിജോയും മോനും കൂടെ പോയി. കാരണം ഒരു വല്ലാത്ത സമയമാണ്. മോനാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങി, അവനാണെങ്കിൽ ഇടയ്ക്കൊന്ന് എണീറ്റ് ഫുൾ സങ്കടമൊക്കെ ആയിരുന്നു. ഭയങ്കര ഇമോഷണലായി. എനിവേസ്, ഇനിയിപ്പോൾ ഐ ഹാവ് ടു ഫിഗർ ഔട്ട് ചെക്ക്-ഇൻ ആൻഡ് ഓൾ ദാറ്റ്. നോക്കാം. ചെക്ക്-ഇൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ മാച്ചി ഇന്ത്യ നേരത്തെ എത്തി. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ലൗഞ്ചിലൊക്കെ ചെക്ക്-ഇൻ കഴിഞ്ഞു. ഇനിയിപ്പം ലൗഞ്ചിലോട്ട് പോവാം. ഒരു 4 kilos ഓവർ ഉണ്ടായിരുന്നു. പക്ഷെ അവരധികമൊന്നും പറഞ്ഞില്ല. 2 in ചെക്കിനും 2 in ഹാൻഡ് ലഗേജും. ഇന്ത്യ. അപ്പോൾ ഇനിയിപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട്, സാധാരണ ഈ പ്രോസസ്സ് എല്ലാം ലിജോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ മൈൻഡ് ഓഫാക്കിയായിരുന്നു. മറ്റേത് ചെയ്തപ്പം ടെൻഷനായി. പക്ഷെ കുഴപ്പമില്ല. അസിസ്റ്റഡ് ചെക്കിൻ ആയിരുന്നു, മറ്റേ സെൽഫ് ചെക്കിൻ അല്ല. സോ ഇറ്റ് ഇസ് ഫൈൻ. പൊതുവേ ട്രാവലിൽ ലൈഫ് അൺകോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് സോളോ ട്രാവലും കൂടെ ആകുമ്പം അത് ഒരു 1 degree മേലെ ആവശ്യമുണ്ട്. കാരണം ഇവളിപ്പോൾ ഇടയ്ക്ക് എടുക്കാനൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റിയൊരു ലഗേജ് മേടിച്ചിട്ടുണ്ട്. സോ ദിസ് വാസ് അമേസിങ്. ഇതുകൊണ്ട് ഇനിയിപ്പം സോളോ ട്രാവൽ എളുപ്പമെന്ന് വിചാരിക്കുന്നു. നോക്കാം. You look so comfy. ഈ സാധനം കൊള്ളാട്ടോ. ഇതുണ്ടോ, എല്ലാം എൻ്റെ കയ്യിലുള്ള ബാഗും വെക്കാം, ഇവളെയും വെക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇങ്ങനെയൊക്കെ സോളോ ട്രാവൽ കുഴപ്പമില്ല. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിട്ടേ. കാരണം എയർപോർട്ടിലൊക്കെ ഒത്തിരി നടക്കാനുണ്ട് എപ്പോഴും. അപ്പോൾ അവർക്ക് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുക്കാനും പറ്റില്ല ബാഗും ഒക്കെ ആയിട്ട്. ആൻഡ് ഇറ്റ്സ് വെരി കോമ്പാക്റ്റ് ഓൾസോ. സോ യാ, ഇനിയിപ്പം ഇമിഗ്രേഷനും കാര്യങ്ങളുണ്ട്, അതൊന്നും തരട്ടെ. ഈ സമയമായതുകൊണ്ട് ലൗഞ്ച് ക്ലോസ് ആയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ലൗഞ്ചിൽ കയറാൻ പറ്റിയില്ല. ഇവരൊരു കോഫിയൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സെൻസറി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് സമാധാനത്തിലിരിക്കാം. അത് 4 o'clock-ന് 3 o'clock-ന് അത് ബുക്ക് ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഉറങ്ങാമെന്ന് ഓർത്തു. പിള്ളേരായിട്ട് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ്. ഇങ്ങനത്തെ അവസരങ്ങളിൽ ഇത് ഉപയോഗപ്പെടും. I'm also hungry actually. Yeah, it's for the whole trip, but you can eat a little bit now. Do we have to save some for Mama? Illa, but this is still, we have 20 hours to reach India. So this is for the whole trip, okay? Okay. ഞാനൊരു സെൻസറി റൂം ബുക്ക് ചെയ്തു. ഇവിടെ കണ്ടതാണ്. ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ബുക്ക് ചെയ്തതേ ഉള്ളൂ. ഫ്രീ. 1 second.
ഫ്രീ ആണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫോർ സെൻസറി ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും ഉള്ളവർക്കാണ്. പക്ഷെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ. പക്ഷെ അവിടെ അങ്ങനെ ബഹളമൊന്നും വയ്ക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പം ദാറ്റ്സ് ദിസ് വൺ. കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കയറി നോക്കട്ടെ. യാ, what do you want to say? Don't say India. Say something else. Papa. സംഭവം കൊള്ളാട്ടോ. ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു ഈ സമയം ആയതുകൊണ്ട്. ലൗഞ്ചിനെക്കാട്ടി അടിപൊളിയാണ്. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ ബീൻ ബാഗ്സ് ഉണ്ട്. പ്രിറ്റി. ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. We can go in there and lie down there. ഇതൊക്കെ എന്താ? Yeah, so pretty, no? ഇന്നത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ we can stay here. നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. That's pretty too. Come. Come on. Can I go under there? Yeah, go. This is okay. ഇവിടെ ഇങ്ങനെ ബിക്കോസ് ഇറ്റ്സ് എ സെൻസറി തിങ്, ഇങ്ങനെ സെൻസറി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഇസ് സോ കൂൾ. ആൻഡ് നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാം. സോ ഐ ഹവ് സെലക്ടഡ് സെറനിറ്റി ഇൻ ദ വേർഡ്സ്. Shall I go inside? No, come. You can stay here. Okay. And we can sleep here. No, I don't want to. I want to sleep up here. Yeah, you can sleep up over there. You can sleep there too. എന്തായാലും നല്ലൊരു ഫൈൻഡാ. ഓ, ഇത് മതി. അത് ഈ സമയത്തിൻ്റെയും കൂടെയാണ്. അപ്പോൾ വേറെ ആരും ഇല്ല താനും. കളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ് ജോബ് പെർത്ത് എയർപോർട്ട്. ഇവരുടെ ലൗഞ്ചിനെക്കാട്ടി നല്ലതാട്ടോ ഇത്. It's a really cool place. I love it. I love it. I love it too. ബോർഡിങ്ങിന് വിളിച്ചു. സോ ഫൈനലി അവൾക്ക് ഭയങ്കര ഇംപേഷ്യൻ്റ് ആവാൻ തുടങ്ങിയായിരുന്നു. ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ രാവിലെ 3 മണിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര എനർജി ഉള്ളത് തന്നെ ഐ എം സർപ്രൈസ്ഡ്. അത് ഈ എക്സൈറ്റ്മെൻറ്റ് ഉള്ളതിൻ്റെ എനർജിയാണ്. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് ടയറിങ് ഇപ്പം തന്നെ. ഓക്കെ, അപ്പോൾ പ്ലെയിനെ കയറട്ടെ. അങ്ങനെ ബോർഡിങ് എല്ലാം കഴിഞ്ഞു. We are on the way. Please sleep, okay? You need to sleep. No, I don't. Yes, please, you have to sleep. I don't. Please. So the pilot first. Your pilot does not want your snack. I mean, too. Can you see the blue and yellow petty? Oh, yes, I made it. Can I see? That's ours. Can you see our petty? They're just loading it. They've been here forever. It's London. Oh, it's taking off. Oh, Let me take off. I go on the wing. That's right. Now we're flying. We're flying. Now I'm like. Now I look like a bat. Yeah, that's right. You look like a bird. അങ്ങനെ നമ്മുടെ ജേർണി തുടങ്ങി. നേരെ ഇങ്ങനെ പരപരാന്ന് വെളുക്കാൻ തുടങ്ങി. ആൻഡ് സീയിങ് സൺറൈസ് ഫ്രം ദ സ്കൈ, ഓഫ്, ഐ കെൻ നെവർ ഗെറ്റ് ഓവർ ഇറ്റ്. അത് ഒരു ഭയങ്കര കാഴ്ച തന്നെയാണ്. ലൈക്ക് നമുക്ക് ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് സൺ ഇൻ ദ ഡേ കാണുന്നൊക്കെ ഒരു ഫീൽ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഈ സമയമായപ്പോൾ ഞാനോർത്ത് മോള് നല്ല ഉറക്കമായിരിക്കും ഫ്ലൈറ്റിൽ നിന്ന്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസൊക്കെ കടത്തി വിട്ട് ആൾ ഉറങ്ങിയതേ ഇല്ല. പകുതി എക്സൈറ്റ്മെൻ്റൊക്കെ കാരണമാണ് ഉറങ്ങിയേ ഇല്ല. പിന്നെ ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്താലും ഞാനൊരു ഓവർ പാക്കറാണ്. അപ്പോൾ കയ്യിൽ ഞാൻ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അവൾക്കായിട്ടൊരു ബാഗൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ കുറേ നേരം അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. നമുക്കിതുപോലെ ഫുഡ്, ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പിള്ളേരങ്ങനെ വേറെ ആരെയും ശല്യമൊക്കെ ചെയ്യാതെ ഒരു എൻജോയ് ചെയ്ത് അവർക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് ലെഗ് സക്സസ്ഫുള്ളി പൂർത്തിയായി. വെൽ ഡൺ സാറാ, യു ഡിഡ് വെൽ.
അല്ല വളരെ ഡീസൻ്റ് ആയിരുന്നു. ഞങ്ങളിവിടെ ലൗഞ്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് സമയമേൽ കോലാലംപൂറ. സോ അതിനി കണ്ടുപിടിച്ച് അതെങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ നോക്കണം. ഇവിടെയൊക്കെ കണ്ടപ്പോൾ എന്തോ കണ്ടോ ഓർമ്മ, ഇവിടെ മുകളിലാണെന്ന് തോന്നുന്നു ലൗഞ്ച്. ബട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ചെയ്യട്ടെ. ലഞ്ച് ടൈം. What are you having? Pancake and orange juice. Yum, that is really nice. What? Yeah, we got fork and spoon and everything. Alla, okay, dig in. Yummy, yum. Our pancake ആണ്. Looks nice. And freshly squeezed orange juice. So orange juice-നും ഈ പാൻകേക്കിനും ഒരേ വില. പക്ഷെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. $6 ഒക്കെ ഉള്ളൂ. ഇതേ സാധനം നമ്മൾ പേർത്തിൽ കഴിച്ചാൽ $20 ആവും. സോ വിന്നിങ്. എൻ്റെ ഫുഡ് വന്നു. ഞാൻ പറഞ്ഞത് കിംചി റാമൻ. ആക്ച്വലി ഇവളുടെ പാൻകേക്ക് ഒത്തിരി ഉണ്ട്. ഈസിലി വി കുഡ് ഹാവ് ബോത്ത് ഷെയർഡ് ഇറ്റ്. പക്ഷെ ഇത്രയും നല്ല സ്ഥലത്ത്, ഇത്രയും പുതിയ ഫുഡൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് എനിക്ക് പാൻകേക്ക് കഴിക്കാൻ മനസ്സ് വന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ ഗോട്ട് വൺ ഫോർ മീ ആസ് വെൽ. ഇത് നല്ല ഓവറായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഐ എം ഹിയർ ഫോർ വെക്കേഷൻ. ഐ എം ഹിയർ ടു എൻജോയ്. സോ ഇതിൻ്റെ അകത്ത് റാമൻ നൂഡിൽസ് ഉണ്ട്, അതിൻ്റെ ഗ്രേവി സോസും പിന്നെ കിംചി ആയിട്ടും ഉണ്ട്. എങ്ങനെ ഉണ്ടെന്ന് കണ്ടറിയാം, നോക്കാം. എൻ്റെ സൂപ്പൊന്ന് കഴിക്കട്ടെ. ഓ എരിവുണ്ട്. ഞാൻ അവരോട് ചോദിച്ചതാ ഭയങ്കര എരിവാണോ വേണ്ടെന്നാ. ഡു യു ലൈക്ക് എ പാൻകേക്ക്? യാ, then eat it. Finish it. നല്ല കുത്തലുണ്ട് തൊണ്ടയ്ക്ക്. ഇത് കൊള്ളാത്ത സാധനം. എരിവുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒത്തൻറ്റിക് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ കഴിച്ചതിനൊന്നും ഈ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇറ്റ് ഈസ് റിയലി ഗുഡ്. നമ്മുടെ റൂംസിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് റൂം ഫെസിലിറ്റി. ആ റൂം നമ്പർ ഇസ് 47. Yep, there it is. Okay. All right, there we go. Oh, ഇതാ അവര് പറഞ്ഞത്. Okay, go do. ഇതാണ് അവര് പറഞ്ഞത്. ചെറിയ റൂമാ. അവർ രണ്ടുപേരുണ്ടല്ലോ. Yeah, we have snacks too. ചെറിയൊരു ബാത്റൂം. Very neat and clean കേട്ടോ. അതുകൊള്ളാം. Nice. ഷവർ ഉണ്ട്. കൊള്ളാം. റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മതി. ഞാൻ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അതാ അവര് ചോദിച്ചത്. നോ, വി കൻ ഓൺലി സ്റ്റേ ഫോർ 6 hours. അവൾ ഇവിടെ കൂടെ കണ്ടപ്പോഴേ പറഞ്ഞു യു ബുക്ക് ദ സിംഗിൾ റൂം വിത്ത് സ്മോൾ ബെഡാന്നൊക്കെ. Then how about Appa Amma? നമുക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഷുഡ് ബി ഫൈൻ ഫോർ അസ്. എന്തായാലും ഞങ്ങൾ ഇത്ര സ്പേസിലൊക്കെയാണ് വീട്ടിൽ കിടക്കുന്നത്. സോ ഇനി പോയി കുളിച്ചൊക്കെ ഫ്രഷ് ആയി റെഡി ആവട്ടെ. മൊബൈൽ ഫോൺ, ദാറ്റ്സ് നോട്ട് എ മൊബൈൽ ഫോൺ, ഇറ്റ് ഈസ് എ ലാൻഡ് ലൈൻ ഫോൺ. റൂം ടൂർ തരാൻ ഇനി വേറെ ആരും വേണ്ടല്ലോ. Yes. Are you excited? Now come, let's go take a shower and all first. Ba. A shower. Let me take a shower. Yeah. There's a shower. Is there a shower? Yes, I found a shower. Yay! Come with me. Yeah. Is there a shower? Wow, there's a shower. Now we can take a shower and get fresh. And get my costume ready. Yes. ഇവള് ഹോട്ടൽ ജീവിതത്തിന് ജനിച്ചവളാ. വീട്ടിലൊരിക്കലും കോമ്പ് ചെയ്യാത്ത ആൾ ഇവിടെ വന്നിട്ട് മമ്മ കിനു ആസ്തം ഫോർ കോമ്പ് എന്നൊക്കെ പറയാൻ ഞാൻ ഹൗസ് കീപ്പിംഗ് വിളിച്ച് കോമ്പൊക്കെ ചോദിച്ച് മുടി ചെയ്യുന്നു. അയ്യട്ടാ. പ്രിറ്റി പ്രിറ്റി പ്രിറ്റി. Can I watch some television? Yeah, we can watch some television. ഫ്രഷായി കുളിച്ചു വന്ന് ഫ്രഷായി. സോ ദാറ്റ് ഫീൽസ് റിയലി ഗുഡ്. പക്ഷേ എ സിക്ക് ഭയങ്കര ഫാൻ തന്നെ. ചൂട് രാജ്യത്തോട്ട് വരുന്നത് ചൂടൊന്നും അനുഭവിക്കാനാ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നു. ഞാനാണെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ടു, °C 24 എന്നിട്ട് ഭയങ്കര ഫാൻ്റെ സ്പീഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്തായാലും ഇതിൻ്റെ അടിയിൽ കയറി കിടക്കാം.
സോ നമ്മൾ റൂമിൽ നിന്നെല്ലാം ചെക്കൗട്ട് ചെയ്തു. നല്ലൊരു ഉറക്കമൊക്കെ കിട്ടി. സോ വി ആർ വെരി ഫ്രഷ് ആൻഡ് നൈസ്. വെറുതെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടു, ബി റിലാക്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ 15 minute മസാജസ് ഉണ്ട്. സോ ഐ എം തിങ്കിങ് ഐ വിൽ ജസ്റ്റ് ഗെറ്റ് ലൈക്ക് എ ക്വിക്ക് 15 minute ഷോൾഡർ മസാജ് ടൈം. പ്രിൻസസ് ലൈഫ് യു ഹാവ്. ഈ ഒരു മസാജ് ചെയറിൽ നമ്മൾ ഇരുത്തിയാട്ടോ മസാജ് ചെയ്യുന്നത്. അതേ തല ഇങ്ങനെ ഒരു പില്ലൂടെ അകത്തോടൊക്കെ വെച്ച് നമ്മുടെ ഷോൾഡർ മസാജ് നല്ല പിടിച്ചു തരുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. ഇതൊരു മസാജ് കണ്ണൊക്കെ വെക്കുന്ന ഷോപ്പും കൂടിയാണ്. സോ ദേ ഓൾസോ സെൽ ദ പ്രോഡക്ട്സ്. പക്ഷേ ചെയ്യുന്നത് പ്രൊഫഷണൽ മസാജിസ്റ്റാണ്. ഇവർക്ക് പണി അറിയാം കേട്ടോ, കറക്റ്റ് സ്പോട്ടിൽ ചെയ്യാനും നല്ല പ്രഷറൊക്കെ ഉണ്ട്. സോ ഫീൽസ് ഗുഡ്. ഓക്കെ, ഗുഡ് ഐഡിയ. ഡിന്നറും കൂടെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഗേജിലോട്ട് പോവാം. സമയമുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു 1 hour ബാക്കിയുണ്ട്. സോ പയ്യെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഒരു ക്രുസോണ്ട് ആൻഡ് ലാറ്റെ. മച്ച ലാറ്റെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് വിളിക്കും, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊടുക്കുക. എൻ്റെ ലാറ്റെ, മച്ച ലാറ്റെ. സോ ക്യൂട്ട് നോ. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ബോർഡിങ് വിളിച്ചപ്പോഴത്തേനും എന്താ പ്ലെയിനെ കയറിയിട്ടുണ്ട്. പക്ഷേ പ്ലെയിനെ കയറിയിട്ട് കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. പോകുന്നേ ഇല്ലായിരുന്നു വണ്ടി, എന്താണെന്നറിയില്ല. ആ സമയത്തേക്ക് മോൾ ഉറങ്ങിയ എന്തായാലും ഭാഗ്യത്തിന്, കാരണം അപ്പോഴത്തേനും കുറച്ച് ലേറ്റൊക്കെ ആയായിരുന്നു. പക്ഷേ വണ്ടിയിൽ നിന്നൊക്കെ പ്ലെയിന് ഞങ്ങളൊരു 45 minutesോളം പ്ലെയിനിൽ തന്നെ. വണ്ടി പോകുന്നില്ല, എന്താ പറ്റിയെന്നറിയില്ല. Kindly leave the aircraft as we ready for departure. Thank you. 11 മണിയായി. 10 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂറായി ഇതിനകത്തിരിക്കുന്നത്. ഡിപ്പാർച്ചറിനെ രാത്രി ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫുൾ ജേർണി മോൾ ഉറങ്ങി. സോ ദാറ്റ് വാസ് വെരി കൺവീനിയൻറ്റ്. പക്ഷേ പ്ലെയിൻ്റെ അകത്ത് നല്ല തണുപ്പായിരുന്നു. സോ ഞാൻ തണുത്ത് കുറച്ചായിരുന്നത്, എന്നാലും ചെറിയൊരു ഷട്ടായൊക്കെ കിട്ടാൻ പറ്റി. അങ്ങനെ ഫൈനലി കൊച്ചി എത്തി. ഏറ്റവും സമയത്ത് ഇമിഗ്രേഷൻ ആണ് കേട്ടോ. ഞാനാണെങ്കിൽ സ്റ്റക്കായിപ്പോയി ഒരു വളരെ സ്ലോ ലൈനില. സോ ദാറ്റ് ടുക്ക് എ ലോങ് ടൈം. 4 മണിയായി ഇപ്പം. ഇല്ല, 4 മണിയല്ല, ഇവിടുത്തെ എത്രയാ, 2:30. ഇനി ഡ്യൂട്ടി ഫ്രീയും എല്ലാം കഴിഞ്ഞാൽ പെട്ടിങ് എടുത്താൽ പോവാം. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയും എല്ലാം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ലഗേജും ഒക്കെ കളക്ട് ചെയ്ത് ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. ലജുയുടെ പപ്പയും മമ്മിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതെന്നും എനിക്കറിയാം. സോ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു. ബട്ട് ബാക്കിയെല്ലാം അത്യാവശ്യം സ്മൂത്തൊക്കെ ആയിട്ട് ഫൈനലി ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ഔട്ട്. അവളെ വലിച്ചോ കൊറേ നേരമായില്ലേ. Gift. Wow, what is that? Wow, chocolate. വീട്ടിൽ വന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴാണ് ഒരു വീടെത്തിയ ഫീല് കിട്ടിയത്. എന്തായാലും അന്ന ദിവസം നല്ല മഴയാണ്, അതുകൊണ്ട് എല്ലാവരും പറഞ്ഞത്തക്കൊണ്ട് ചൂടൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല, കണ്ടറിയാം. പക്ഷേ യാത്രയൊക്കെ മൊത്തത്തിൽ സുഖമായിരുന്നു. കുറച്ച് ഉറക്കമുണ്ട്. ഒരു 2 ദിവസമായിട്ട് ഉറക്കം തീരെ കിട്ടുന്നില്ലായിരുന്നു. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഈ പൂച്ച ഉറക്കം ഉറങ്ങുന്നതല്ലാതെ ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല. ബട്ട് അതർവൈസ് ഓക്കെയാണ്. മോള് അപ്പനെ അമ്മമ്മേനെ കണ്ട് നേരെ സൈഡ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്, അവരോട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിനിയും പോയി കിടന്നുറങ്ങട്ടെ. യെസ്, ബട്ട് അതർവൈസ് എനിക്ക് മൊത്തത്തിലൊരു ട്രിപ്പ് അവൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് ദാറ്റ് വാസ് ലൈക്ക് റിയലി ഹെൽപ്ഫുൾ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സോളോ ട്രിപ്പ് കൊച്ചായിട്ട് നടത്താൻ പറ്റി. ആൻഡ് എനിക്കൊന്ന് ആകെ ഡിലേ വന്നത് ഇവിടുത്തെ കൊച്ചിയിലെ ഇമിഗ്രേഷനിൽ മാത്രം നല്ലൊരു ഡിലേ വന്നു. അതല്ലാണ്ട് ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. ആൻഡ് യാ, സോ എനിവേസ്, താങ്ക് യു ഫോർ വാച്ചിങ്. Hope you all have a good day. Bye-bye.